നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 6 ക്ലാസ്സുകളായിക്കൊണ്ട് നമ്മൾ 2021 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിനെ ടോപ്പിക് അടിസ്ഥാനത്തിലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സർക്കാർ പദ്ധതികളാണ്. 2023 കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പുറത്തിറക്കിയ അല്ലെങ്കിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഇന്നത്തെ ഈ കറണ്ട് അഫയേഴ്സ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്തു വിചാരിക്കുന്നു, നോട്ട്സ് എല്ലാം എഴുതിയെടുത്തു വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ഈ ക്ലാസ്സിലെ നോട്ട്സ് മറ്റും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചില ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ സർക്കാർ പദ്ധതികൾ, ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിദൂരവും ദുർഘടവുമായ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കുന്നതിനായി പട്ടികവർഗ വികസന വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ്. ഓക്കെ, ഈ പദ്ധതി മുമ്പ് തൊട്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു. അതിന് പേര് കഴിഞ്ഞ വർഷം മാറ്റി എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരവെന്ന് പറയുന്നത് വിദ്യാവാഹിനി. എന്താണ് വിദ്യാവാഹിനി? വിദ്യാവാഹിനി മനസ്സിലാക്കാം. വിദൂരവും ദുർഘടവുമായ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്കൂളുകളിൽ എത്തിക്കുന്നതിനായിട്ട് പട്ടികവർഗ വികസന വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോട് കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. അറിഞ്ഞിരിക്കുക, പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസ സ്ഥലത്ത് നിന്ന് സ്കൂളുകളിൽ പോയി വരാൻ സൗകര്യമൊരുക്കി വരുന്ന ഗോത്രസാരഥി ഗോത്രസാരഥി പദ്ധതി ഇനി മുതൽ വിദ്യാവാഹിനി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് ഈ പദ്ധതിയുടെ മുമ്പത്തെ പേരെന്തായിരുന്നു? ഗോത്രസാരഥി. അപ്പോ ഗോത്രസാരഥിയുടെ പുതിയ പേര് ചോദിച്ചു കഴിഞ്ഞാലും ആ രീതിയിലും ചോദ്യം വരാം. ഉത്തരം എന്താണ്? വിദ്യാവാഹിനി. അല്ലെങ്കിൽ ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ട് ആ പദ്ധതിയുടെ പേര് ചോദിക്കാം. അപ്പോഴും ഉത്തരം എന്താണ്? വിദ്യാവാഹിനി. 2023-24 അധ്യയന വർഷം മുതലാണ് പദ്ധതി പുനർനാമകരണം ചെയ്യാൻ വേണ്ടി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് തീരുമാനിച്ചത് മനസ്സിലാക്കുക. സോ ഗോത്രസാരഥി മുതൽ വിദ്യാവാഹിനി. ചോദ്യം നമ്പർ 2. സ്വാഭാവിക വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നൂൽപ്പുഴ പഞ്ചായത്തിൽ, വളരെ പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്തോണേ, നൂൽപ്പുഴ പഞ്ചായത്തിൽ വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? അപ്പൊ നൂൽപ്പുഴ പഞ്ചായത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നൂൽപ്പുഴ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ നൂൽപ്പുഴ പഞ്ചായത്തിൽ വനം വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ പേരാണ് വനീകരൻ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഇതും സ്ഥലമാണ്. ഉത്തരം മറവൻതുരുത്ത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. എനിക്ക് തോന്നുന്നു വൈക്കം താലൂക്കിലാന്ന് തോന്നുന്നു. കോട്ടയം ജില്ലയിലാണ് മറവൻതുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് മനസ്സിലാക്കണം. വാട്ടർ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്ട്രീറ്റിന് ഒരു ഫുൾ ഫോം ഉണ്ട്. സ്ട്രീറ്റിന്റെ ഫുൾ ഫോം എന്താണ്? സസ്റ്റൈനബിൾ ടാൻജിബിൾ റെസ്പോൺസിബിൾ എക്സ്പീരിയൻഷ്യൽ എത്നിക് ടൂറിസം ഹബ്സ്. കേട്ടോ, മനസ്സിലാക്കുക. സസ്റ്റൈനബിൾ ടാൻജിബിൾ റെസ്പോൺസിബിൾ എക്സ്പീരിയൻഷ്യൽ എത്നിക് ടൂറിസം ഹബ് എന്നുള്ളതാണ് സ്ട്രീറ്റിന്റെ ഫുൾ ഫോം. അത് തുടങ്ങിയിരിക്കുന്നത് മറവൻതുരുത്ത്. നാലാമത്തെ ചോദ്യം. മാലിന്യം വലിച്ചെറിയുന്നത് തടയാനായി വലിച്ചെറിയൽ മുക്ത കേരളം. എന്താണ് വലിച്ചെറിയൽ മുക്ത കേരളം എന്ന പദ്ധതി ആരംഭിക്കുന്നത് ഏത് വകുപ്പാണ് വലിച്ചെറിയൽ മുക്ത കേരളം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്? ഉത്തരം തദ്ദേശ സ്വയംഭരണ വകുപ്പ്. സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെയാണ്. അപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് വലിച്ചെറിയൽ മുക്ത കേരളം എന്ന് പറയുന്ന ഒരു പുതിയ ഇനീഷ്യേറ്റീവ് തുടങ്ങിയിരിക്കുന്നത്. ഇതിന് 2 ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയുക എന്നുള്ളതാണ്. അതിന്റെ പേരാണ് വലിച്ചെറിയൽ മുക്ത കേരളം എന്നുള്ളത്. രണ്ടാമത്തെ ഘട്ടത്തിൽ വലിച്ചെറിഞ്ഞ് രോഗം വാങ്ങരുത് എന്നുള്ള രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മനസ്സിലാക്കണം. അപ്പൊ ഒന്നാമത്തെ ഘട്ടത്തിൽ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ മാലിന്യം വലിച്ചെറിയുന്ന 25,000 കേന്ദ്രങ്ങൾ കണ്ടെത്തി ഭാവിയിൽ മാലിന്യം തള്ളാത്ത വിധത്തിൽ പ്രദേശവാസികളുടെ സഹായത്തോടെ സൗന്ദര്യവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ വലിച്ചെറിയൽ മുക്ത കേരളം എന്നുള്ളതാണ് പദ്ധതിയുടെ പേര്. 5. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ കോൺഫറൻസിൽ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് ആയി തിരഞ്ഞെടുത്ത
കേരള വ്യവസായ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി നേതൃത്വത്തിൽ നടന്ന ഒരു മീറ്റിംഗിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതികളെ അനലൈസ് ചെയ്തുകൊണ്ട് അക്കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള പദ്ധതി ബെസ്റ്റ് പ്രാക്ടീസ് ആയി തെരഞ്ഞെടുക്കുകയുണ്ടായി. ആ പദ്ധതിയുടെ പേരെന്താണ്? ആ പദ്ധതിയുടെ പേരാണ് സംരംഭക വർഷം. സംരംഭക വർഷം, സംരംഭക വർഷം. അറിഞ്ഞിരിക്കാം. ഈ സംരംഭക വർഷം എന്ന് പറയുന്നത് ആര് കൊണ്ടുവന്ന പരിപാടിയാണ്? മനസ്സിലാക്കാം. ഇത് കേരളത്തിന്റെ വ്യവസായ വകുപ്പിന് കീഴിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ്. 2022 മാർച്ച് 30-നാണ് സംരംഭക വർഷം എന്ന് പറയുന്ന പദ്ധതി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷത്തിനുള്ളിൽ 1 ലക്ഷം സംരംഭങ്ങൾ എന്ന ലക്ഷ്യം 8 മാസം കൊണ്ട് നേടി. ഓക്കെ, 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയാണ്. 8 മാസം കൊണ്ട് 1 ലക്ഷം സംരംഭങ്ങൾ എന്നുള്ള ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ഉത്തർപ്രദേശ് സർക്കാർ നടപ്പിലാക്കിയ 1 ഡിസ്ട്രിക്ട് 1 പ്രൊഡക്റ്റ്, ഇത് ദേശീയ തലത്തിൽ പ്രസിദ്ധമായ അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു 1 ഡിസ്ട്രിക്ട് 1 പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ പദ്ധതിയും ദേശീയ കോൺഫറൻസിൽ ബെസ്റ്റ് പ്രാക്ടീസ് പദ്ധതികളുടെ കൂട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധയാകർഷിക്കപ്പെട്ട 2 പദ്ധതികൾ, ഒന്ന് 1 ഡിസ്ട്രിക്ട് 1 പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് സർക്കാരിന്റെയും അതുപോലെ തന്നെയാണെങ്കിൽ കേരള സർക്കാരിന്റെ സംരംഭക വർഷം. യെസ്. ഇനി 6ാമത്തെ ചോദ്യം, കേരളത്തിലെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ ആഗ്. ആഗിന് ഫുൾ ഫോം ഉണ്ടോ? ഉണ്ട്. ആക്സിലറേറ്റഡ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഗൂൺസ്. കേട്ടോ, ആക്സിലറേറ്റഡ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഗുണ്ടാസ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ചുരുക്കപ്പേരാണ് ആഗ് എന്ന് പറയുന്നത്. കേട്ടോ, ആക്സിലറേറ്റഡ് ആക്ഷൻ അഗെയിൻസ്റ്റ് ഗൂൺസ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പൂർണ്ണ രൂപം എന്ന് മനസ്സിലാക്കുക. കേട്ടോ, യെസ്. നെക്സ്റ്റ് 7ാമത്തെ ചോദ്യം, കുടുംബശ്രീയുടെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച അയൽക്കൂട്ട സംഗമത്തിന്റെ പേരെന്താണ്? കുടുംബശ്രീയുടെ 25ാമത്തെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച അയൽക്കൂട്ട സംഗമത്തിന്റെ പേരാണ് ചുവട് എന്നാണ്. അപ്പൊ 25ാമത്തെ വാർഷികം ആഘോഷിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. പിന്നെ അതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന അയൽക്കൂട്ട സംഗമത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ചുവട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി 8ാമത്തെ ചോദ്യം, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് 60 ഇയേഴ്സ് 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൃത്രിമ പല്ലുകൾ വച്ചു കൊടുക്കുന്ന മന്ദഹാസം എന്ന പദ്ധതി തമിഴ്നാട് സർക്കാർ ഏത് പേരിലാണ് നടപ്പിലാക്കുന്നത്? അപ്പൊ ഇവിടുന്ന് 2 പോയിന്റ് കിട്ടി. ഒന്നെന്താണ്? കേരള സർക്കാരിന് കീഴിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് കൃത്രിമ പല്ല് വെച്ച് കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് മന്ദഹാസം. അത് കേരളത്തിലെ പദ്ധതി. ഈ പദ്ധതി തമിഴ്നാട് സർക്കാർ അഡോപ്റ്റ് ചെയ്യുകയുണ്ടായി. തമിഴ്നാട് സർക്കാർ ഇത് ഏത് പേരിലാണ് നടപ്പിലാക്കുന്നത്? ഉത്തരം പുന്നഗൈ. എന്താണ്? പുന്നഗൈ എന്നുള്ള പേരിലാണ് തമിഴ്നാട് സർക്കാർ ഇത് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പൂർണ്ണ ദന്തനിര വെച്ച് നൽകുന്ന സർക്കാർ പദ്ധതിയാണ് മന്ദഹാസം. പദ്ധതി നടപ്പിലാക്കുന്നത് സാമൂഹ്യ നീതി വകുപ്പാണ്. യെസ്. നെക്സ്റ്റ്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ സേവനങ്ങൾ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരെന്താണ്? എന്താണ് ആപ്ലിക്കേഷന്റെ പേര്? ആ മൊബൈൽ ആപ്പിന്റെ പേരാണ് K-Smart. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ സേവനങ്ങൾ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുന്നതിനായി ആരംഭിച്ചിരിക്കുന്ന ആപ്ലിക്കേഷന്റെ പേരാണ് K-Smart. മറക്കരുത്. യെസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് K-Smartന്റെ ഫുൾ ഫോം എന്താ? കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് മനസ്സിലാക്കട്ടോ. യെസ്, ഏതിന്റെ ഫുൾ ഫോം? K-Smart. യെസ്. നെക്സ്റ്റ് 10ാമത്തെ ചോദ്യം, അഭ്യസ്ത വിദ്യരായ പട്ടിക വിഭാഗക്കാർക്കായി
പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വരുമാനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പട്ടികജാതി വർഗ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? നമ്മൾ ആദ്യമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതും ഇവരുടെ ഈ ഒരു വകുപ്പിന്റെ പദ്ധതിയാണ്. വീണ്ടും നമ്മൾ ആ വകുപ്പിന്റെ പദ്ധതിയാണ് 10ാമത്തെ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ചോദ്യം? അഭ്യസ്ത വിദ്യരായിട്ടുള്ള SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തി സുസ്ഥിര വരുമാനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പട്ടികജാതി വർഗ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ട്രേസ് എന്ന് പറയുന്നത്. ട്രേസ് മറക്കരുത്, ട്രേസ് എന്ന് പറയുന്നത്. യെസ്. നെക്സ്റ്റ്, ഏത് രോഗത്തിനെതിരെയുള്ള കേരള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിനാണ് വിവാ കേരളം? ഓൾറെഡി നമ്മൾ ഇത് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിനെ കൊടുത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. വിവാ കേരളം, അനീമിയക്കെതിരെയുള്ള കേരള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിനാണ് വിവാ കേരളം. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലോട്ട്, അല്ലെ? വിവാ കേരളം. യെസ്. അടുത്തത്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള ലഹരിക്കടത്ത് തടയാൻ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച യൂണിറ്റ് ഏതാണ്? അപ്പൊ അവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു പെട്രോളിംഗ് യൂണിറ്റ് ഉണ്ട്. ആ പെട്രോളിംഗ് യൂണിറ്റിന്റെ പേരാണ് കെമു എന്ന് പറയുന്നത്. കെമുവിന്റെ ഫുൾ ഫോം എന്താ? കെമു, കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ്, അല്ലെ? എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് ആണ്. കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? കെമു. കേട്ടോ, കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റിന്റെ പേരാണ്, ചുരുക്കരൂപമാണ് കെമു എന്ന് പറയുന്നത്. കേരളത്തിലെ ചെക്ക് പോസ്റ്റുകൾക്ക് പുറമെ ഗ്രാമാന്തരങ്ങളിൽ ഉൾപ്പെടെ എക്സൈസിന്റെ സാന്നിധ്യവും പരിശോധനയും ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടക്കം കുറിച്ച ഒരു പദ്ധതിയാണ്, ഒരു പുതിയ യൂണിറ്റ് ആണ് കെമു എന്ന് പറയുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ വാഹനത്തിലെത്തി പരിശോധന നടത്തുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം. അപ്പൊ കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് ആണ് കെമുവിന്റെ പൂർണ്ണരൂപം. യെസ്. നെക്സ്റ്റ്, 13ാം ചോദ്യം. 2023 കേന്ദ്ര ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി PVTG പദ്ധതി ഏത് വിഭാഗത്തിലുള്ള ആളുകളുടെ ഉന്നമനത്തിനായിട്ടാണ് ആരംഭിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ടതാണ് ഉത്തരം. ദുർബലരായ ആദിവാസി വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ബജറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി PVTG എന്ന് പറയുന്ന പദ്ധതി. അറിഞ്ഞിരിക്കുക, പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്നാണ്. പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്, പ്രധാനമന്ത്രി പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് അഥവാ ദുർബലരായ ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ആരംഭിക്കുന്ന പദ്ധതി. ഓക്കെ. സുരക്ഷിതമായ പാർപ്പിടം. എന്തൊക്കെയാണ് സുരക്ഷിതമായ പാർപ്പിടം? ശുദ്ധമായ കുടിവെള്ളം, വിദ്യാഭ്യാസം, പോഷകാഹാരം, റോഡ്, ടെലികോം കണക്ഷൻ, ഉപജീവന മാർഗം എന്നിവ ദുർബലരായ ആദിവാസി വിഭാഗങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ. അപ്പൊ അടുത്ത 3 വർഷത്തിനുള്ളിൽ 15,000 കോടിയുടെ ബജറ്റാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കാൻ പോകുന്നത്. 3.5 ലക്ഷം ആദിവാസികൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. അത് മറക്കാൻ പാടില്ല. പ്രധാനമന്ത്രി പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് അഥവാ പ്രധാനമന്ത്രി PVTG പദ്ധതി ആർക്ക് വേണ്ടി? ദുർബലരായിട്ടുള്ള ആദിവാസി വിഭാഗങ്ങൾക്ക്. നെക്സ്റ്റ്, 14ാമത്തെ ചോദ്യം. 2023 UN വേൾഡ് ഹാബിറ്റാറ്റ് പുരസ്കാരത്തിന് അർഹമായ ഒഡീഷ സർക്കാരിന്റെ പദ്ധതി ഏതാണ്? അപ്പൊ നമ്മള് കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പദ്ധതികൾക്ക് പുറമെ നമ്മൾ അപൂർവം ചില സംസ്ഥാനങ്ങളുടെ പദ്ധതികൾ കൂടെ പഠിക്കുന്നുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള പദ്ധതികൾ പഠിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്, രാജ്യത്ത് ശ്രദ്ധിക്കപ്പെട്ട പദ്ധതിയാണ് ഒഡീഷ സർക്കാരിന്റെ ഈ ഒരു ഹാബിറ്റാറ്റ് പദ്ധതി എന്ന് പറയുന്നത്. ഏതാണത്? ജഗമിഷൻ. ഒക്കെ 2023 UN വേൾഡ് ഹാബിറ്റാറ്റ് പുരസ്കാരത്തിന് അർഹമായ ഒഡീഷ സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഓക്കെ, ജഗമിഷൻ. ഓക്കെ, ഒഡീഷ ലിവബിൾ ഹാബിറ്റാറ്റ് മിഷൻ എന്നും അറിയപ്പെടുന്നതാണ്. ഒഡീഷ ലിവബിൾ ഹാബിറ്റാറ്റ് മിഷൻ എന്നും അറിയപ്പെടുന്നു. ദി ഒഡീഷ ലാൻഡ് റൈറ്റ്സ് ടു സ്ലം ഡ്വെല്ലേഴ്സ് ആക്ട് 2017 അടിസ്ഥാനമാക്കി നടപ്പിലാക്കുന്ന ഒരു ചേരി നവീകരണ പദ്ധതിയാണിത്. ചേരികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ജഗമിഷൻ പദ്ധതി അഥവാ ഒഡീഷ ലിവബിൾ ഹാബിറ്റാറ്റ് പദ്ധതി. യെസ്. നെക്സ്റ്റ്, 15ാമത്തെ ചോദ്യം. തിരികെ എത്തിയ പ്രവാസികൾക്കായുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ ധനസഹായ പദ്ധതി ഏതാണ്? തിരികെ എത്തിയ പ്രവാസികൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ ധനസഹായ പദ്ധതിയാണ് സാന്ത്വന. അപ്പൊ ഇതിന് എന്താണ് കണ്ടീഷൻ എന്ന് പറയുന്നത്? മനസ്സിലാക്കുക, ചുരുങ്ങിയത് 2 വർഷമെങ്കിലും വിദേശത്ത് കഴിഞ്ഞ ഒരു പ്രവാസിയായിരിക്കണം. മടങ്ങി വരുന്ന പ്രവാസികൾക്കും മരിച്ച പ്രവാസികളുടെ ആശ്രിതർക്കും സമയബന്ധിതമായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഈ പറയുന്ന ഏത് പദ്ധതി? സാന്ത്വന എന്ന് പറയുന്ന പദ്ധതി. യെസ്.
16ാമത്തെ ചോദ്യം, കേരളത്തിലെ അംഗനവാടി ജീവനക്കാർക്കായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതി. വീണ്ടും കേരളത്തിൽ നിന്നുള്ള പദ്ധതിയാണ്. കേരളത്തിലെ അംഗനവാടി ജീവനക്കാർക്കായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? അങ്കണം. അങ്കണം അങ്കണം ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞ പോയിന്റ് ആണ്. ഓക്കെ, വീണ്ടും ഞാൻ സ്കീമിന്റെ കൂട്ടത്തിൽ എടുത്തു പറയുന്നു. ഓക്കെ, റിവിഷൻ ആണെന്ന് കൂട്ടിയാൽ മതി. അങ്കണം. യെസ്. നെക്സ്റ്റ്, അപ്പോ ആക്സിഡന്റ് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും അങ്കണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാർഷിക പ്രീമിയം 360 രൂപയാണ്. 360 രൂപ നിരക്കിൽ അപകട മരണത്തിന് 2 ലക്ഷം രൂപ, ആത്മഹത്യ അല്ലാതെയുള്ള മറ്റു മരണങ്ങൾക്ക് 1 ലക്ഷം രൂപ. ഇതാണ് ഇതിന്റെ ഒരു പ്രീമിയവും അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. യെസ്. നെക്സ്റ്റ്, 17ാമത്തെ ചോദ്യം, എല്ലാവർക്കും നേത്ര ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതിയുടെ പേര്. എല്ലാവർക്കും നേത്രാരോഗ്യം. അപ്പോ കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച. നേർക്കാഴ്ച നേർക്കാഴ്ച ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള, വളരെ സാധ്യതയുള്ള നല്ല നല്ല പദ്ധതികളാണ് നേർക്കാഴ്ച. ഓക്കെ, പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് കണ്ണടകൾ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നുണ്ട്. പദ്ധതി പ്രഖ്യാപിച്ചത് 2023 യെസ് യെസ്. ഓക്കെ, പാവപ്പെട്ടവർക്ക് കണ്ണട ലഭിക്കുന്ന പദ്ധതി കൂടിയാണ് നേർക്കാഴ്ച. യെസ്. നെക്സ്റ്റ്, 18, സ്ത്രീകളെ തൊഴിൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് ഇക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി ആരംഭിച്ച പദ്ധതി. അപ്പൊ ഒരു വുമൺ എംപവർമെന്റ് സ്കീമാണ്. സ്ത്രീകളെ തൊഴിൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് ഇക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി കൊണ്ടുവന്ന പദ്ധതിയാണ് തൊഴിലരംഗത്തേക്ക് എന്നാണ്. തൊഴിലരംഗത്തേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ സാധ്യതയുള്ള, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, തൊഴിലരംഗത്തേക്ക് ശ്രദ്ധിച്ചിരുന്നോണം. 25 വർഷം കുടുംബശ്രീ പൂർത്തിയായ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന പല പദ്ധതികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൊഴിലരംഗത്തേക്ക് അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കേട്ടോ. യെസ്. തൊഴിൽ അന്വേഷകരായിട്ടുള്ള പെൺകുട്ടികൾ. ഈ തൊഴിൽ അന്വേഷകരായിട്ടുള്ള പെൺകുട്ടികളെ സർവകലാശാല കോളേജ് തലത്തിൽ സംഘടിപ്പിച്ച് തൊഴിലവസരങ്ങൾ കണ്ടെത്തി ആവശ്യമായ പരിശീലനം നൽകി തൊഴിൽ സജ്ജരാക്കുക എന്നുള്ളതാണ് പദ്ധതി. അപ്പം അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോളേജുകളിൽ നിന്നും തന്നെ ഇവരെ കണ്ടെത്തി തൊഴിലവസരങ്ങൾ അവർക്ക് വേണ്ട പരിശീലനം നൽകി അവരെ എംപവേർഡ് ആക്കുന്ന പദ്ധതിയാണ് ഈ തൊഴിലരംഗത്തേക്ക് എന്ന് പറയുന്ന പദ്ധതി. യെസ്. നെക്സ്റ്റ്, 19, കേരള വിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്ന സ്കൂൾ ആരോഗ്യ പരിപാടി ഏത് പ്രായ വിഭാഗത്തിലുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ മാനസിക വികസനത്തിനായിട്ടാണ് നടപ്പിലാക്കുന്നത്? ആരൊക്കെ ചേർന്നതാണ്? വിദ്യാഭ്യാസ വകുപ്പുണ്ട്, വനിതാ ശിശു വികസന വകുപ്പുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട്. ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്? സ്കൂൾ ആരോഗ്യ പരിപാടി. ആരുടെ ബെനിഫിറ്റിനാണ്? കുട്ടികളുടെ സമഗ്ര ആരോഗ്യ മാനസിക വികസനം. ഏത് പ്രായത്തിലാണ്? 6 തൊട്ട് 17 വരെ, അതായത് 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള കുട്ടികൾ അല്ലെ, 6 തൊട്ട് 17 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്കൂൾ ആരോഗ്യ പരിപാടി. 20, കേരള സാമൂഹിക നീതി വകുപ്പിന്റെ സഹകരണത്തോടെ നടക്കുന്ന ഇന്ത്യയിലെ ആദ്യ ദേശീയ ഭിന്നശേഷി കലോത്സവമായ സമ്മോഹൻ കലാമേളയുടെ വേദി എവിടെയായിരുന്നു? 2023 ഫെബ്രുവരി മാസത്തിലാണ് ഇത് നടപ്പിലാക്കിയത്. ഓക്കെ, മനസ്സിലാക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഭിന്നശേഷി കലോത്സവമായിരുന്നു ഇത്. ഇതിന്റെ പേരായിരുന്നു സമ്മോഹൻ എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കിയത് ഇത് എവിടെ വെച്ചിട്ടാണ് നടത്തിയത്? തിരുവനന്തപുരം. ഇതിന്റെ വേദി എവിടെയായിരുന്നു? ആദ്യത്തെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരം. നടപ്പിലാക്കിയത് അല്ലെങ്കിൽ ഇത് കലാമേള നടത്തിയ വർഷം 2023. മറക്കരുത് കേട്ടോ, കഴിഞ്ഞ വർഷം. 21ാമത്തെ ചോദ്യം, പഠനത്തോടൊപ്പം തൊഴിൽ എന്ന ആശയവുമായി തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതി. ഇതും നല്ല സാധ്യതയുള്ള ചോദ്യമാണ്. പഠനത്തോടൊപ്പം തൊഴിൽ. ഈ പദ്ധതിയുടെ പേരെന്താണ്? ഈ പദ്ധതിയുടെ പേരാണ് കർമ്മജാരി. അപ്പൊ കർമ്മജാരി എന്ന് പറയുന്ന പദ്ധതി എന്നാണ്? പഠനത്തോടൊപ്പം തൊഴിൽ എന്ന ആശയവുമായി തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കർമ്മജാരി എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് എന്നുള്ള ഒരു പോയിന്റ്, ആ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. കേരളത്തിന്റെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണെന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, 22ാമത്തെ ചോദ്യം, റേഷൻ വിഹിതം എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ വീട്ടിലെത്തിക്കുന്ന പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? റേഷൻ വിഹിതം എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ വീട്ടിലെത്തിക്കുന്ന പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ഒപ്പം. നല്ല സാധ്യതയുള്ള ചോദ്യമാണ്. ഓക്കെ, ഒപ്പം കേട്ടോ. ഈ ഒപ്പം എന്ന് പറയുന്ന പദ്ധതി എങ്ങനെ നടപ്പിലാക്കുന്നത് മനസ്സിലാക്കുക. പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികളുടെ സഹായത്തോടെ വീടുകളിൽ റേഷൻ നേരിട്ടെത്തിക്കുന്ന പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. ഒപ്പം എന്ന് പറയുന്ന പദ്ധതി. യെസ്. റേഷൻ വിഹിതം എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ വീട്ടിലെത്തിക്കുന്ന പദ്ധതി. യെസ്. 23, കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളിലെ
ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? അപ്പം ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ഭിന്നശേഷിക്കാരും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഇതാണ്, കാറ്റാടി. എന്താണ് കാറ്റാടി? മറക്കാൻ പാടില്ല, കാറ്റാടി. അപ്പൊ കാറ്റാടി എന്നുള്ള പദ്ധതി കേൾക്കുമ്പോൾ അത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണെന്നും ചിന്തിക്കാൻ നിൽക്കരുത്. ഓക്കെ, കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളുടെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് കൊണ്ടുവന്ന പദ്ധതിയാണ് കാറ്റാടി. 24 മൊബൈൽ ഗെയിമുകളുടെയും അശ്ലീല സൈറ്റുകളുടെയും അടിമകളായ കുട്ടികളെ കൗൺസിലിംഗിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കേരള പോലീസ് ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് DDAD. എന്താണ് DDAD? മൊബൈൽ ഗെയിം, അശ്ലീല സൈറ്റുകൾ, ഇതിന് അഡിക്റ്റ് ആയിരിക്കുന്ന കുട്ടികളെ കൗൺസിലിംഗിലൂടെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന പോലീസിന്റെ പദ്ധതി DDAD അഥവാ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ. എന്താണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ കേട്ടോ? DDAD, ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ കേട്ടോ. യെസ്, ഓക്കെ. നെക്സ്റ്റ്, പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് വർണ്ണക്കൂടാരം. ഏതാണ് വർണ്ണക്കൂടാരം? മനസ്സിലാക്കാം. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഏർപ്പാടാക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് വർണ്ണക്കൂടാരം. നെക്സ്റ്റ്, വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് നവകിരണം. ഇത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്, ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആദിവാസികളല്ലാത്ത കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് നവകിരണം. ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് എന്ന് പറയുന്നത് ഈ വനാന്തരങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങൾ ഇവരെ മാറി താമസിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് നവകിരണ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇപ്രകാരമുള്ള പ്രദേശത്ത് താമസിക്കുന്നവരുടെ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുന്ന രീതിയിലാണ് നവകിരണ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വനത്തിനുള്ളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ മാറി താമസിക്കുന്നത് മൂലം വന്യജീവികൾക്ക് ആ സ്ഥലം ഉപയുക്തമാകുകയും ഇതുവഴി മനുഷ്യ വന്യജീവി സംഘർഷം ഒരു പരിധിവരെ കുറക്കാൻ സാധിക്കും എന്നുള്ളതാണ് കണ്ടെത്തൽ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നവകിരണം എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. യെസ്, അപ്പൊ നവകിരണ പദ്ധതിയുടെ ഭാഗവത്തായ ഓരോ കുടുംബത്തിനും പുതിയ താമസ സ്ഥലത്ത് തൊഴിൽ നേടുന്നതിനായി ഒറ്റത്തവണ ഉപജീവന സഹായ പരിശീലനം, നൈപുണ്യ നവീകരണ പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതിയും ഈ നവകിരണത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തൂടെ അവരെ പറിച്ചു നടുമ്പോൾ ആ സ്ഥലത്ത് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളോടെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. ഇതിലേക്കായിട്ട് ഓരോ അർഹതപ്പെട്ട കുടുംബത്തിന് തയ്യൽ, ഡ്രൈവിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്, ഹോം നഴ്സിംഗ് തുടങ്ങിയ ഉപജീവന സഹായ തൊഴിലുകൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഒരു കുടുംബത്തിൽപ്പെട്ടവർക്ക് പരിശീലനം നൽകുന്നതിന് 25,000 രൂപ വിനിയോഗിക്കാം എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു കുടുംബത്തിൽപ്പെട്ടവർക്ക് പരിശീലനം നൽകുന്നതിനായിട്ട് 25,000 രൂപ വരെ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റിവെക്കുന്നുണ്ട്. സർക്കാർ മാറ്റിവെക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു പദ്ധതി എന്ന് മനസ്സിലാക്കുക. പദ്ധതിയുടെ പേരെന്താണ്? നവകിരണം. ആദിവാസി ഇതരം ആളുകളെ മാറ്റി താമസിപ്പിക്കുന്ന പദ്ധതി. 27 കേരളത്തിലെ ഹോട്ടൽ ശൃംഖലകളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിനായി സംസ്ഥാന GST വകുപ്പ് നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. 28 സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന മുഖ്യമന്ത്രി ലാഡ്ലി ബഹന യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മുഖ്യമന്ത്രി ലാഡ്ലി ബഹന യോജന ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രി, കഴിഞ്ഞ വർഷം ഇലക്ഷൻ ഉണ്ടായിരുന്നു, നിലവിലെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് കമന്റ് ചെയ്യാം. 29 ഓരോ വീട്ടിലും ഒരാളെങ്കിലും റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നേടുന്നതിന് ഓരോ വീട്ടിലും ഒരാളെങ്കിലും റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നേടുന്നതിന് പ്രാപ്തരാക്കുന്നതിനായിട്ട് കേരള റവന്യൂ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് റവന്യൂ ഈ സാക്ഷരതാ പദ്ധതി. അപ്പം ഓരോ വീട്ടിലും ഒരാളെങ്കിലും റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ, നമ്മളിപ്പോ എല്ലാ ആവശ്യത്തിനും വില്ലേജ് ഓഫീസിലും മറ്റും പോയി കഴിയുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ഒഴിവാക്കി നമുക്ക് ഈ പറയുന്ന പോലെ ലാൻഡ് ടാക്സ് അടക്കാനും അങ്ങനത്തെ പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും മറ്റൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ പറ്റും. ആ സംവിധാനം ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കുടുംബം ഈ ഒരു മേഖലയിൽ സാക്ഷരതയായ അല്ലെ. അതിനുവേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് റവന്യൂ ഈ സാക്ഷരതാ പദ്ധതി എന്ന് പറയുന്നത്.
30 ജനിതക വിവരങ്ങൾ വിശകലനം ചെയ്ത് ആരോഗ്യം, കൃഷി, മൃഗസംരക്ഷണം, ആരോഗ്യം, കൃഷി, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ പങ്കുവെക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ജനിതക വിവരങ്ങൾ വിശകലനം ചെയ്ത് ആരോഗ്യം, കൃഷി, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ പങ്കുവെക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കേരള ജീനോം ഡാറ്റാ സെന്റർ. കേരള ജീനോം ഡാറ്റാ സെന്റർ, കേരള ജീനോം ഡാറ്റാ സെന്റർ. അടുത്തത് കേരള യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടി. നോട്ട് ചെയ്തോണം. ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ അധികം പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ആരാ കൊണ്ടുവന്നിരിക്കുന്നത്? കേരള യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയുടെ പേരാണ് എന്ത്? മാരിവില്ല് എന്നാണ്. മാരിവില്ല് മറക്കാൻ പാടില്ല. മാരിവില്ല് യെസ്. നെക്സ്റ്റ് 32 2023 അതിക്രമങ്ങൾ നേരിടുന്നതിനായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്ന സൗജന്യ പരിശീലന പരിപാടി. അപ്പോ അതിക്രമങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് നേരിടുക, അത് ഡിഫെൻഡ് ചെയ്യുക, നേരിടുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിശീലനം നൽകുന്നു. ആ പരിശീലന പരിപാടിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ജ്വാല. എന്താണ്? ജ്വാല. ജ്വാല എന്നുള്ളതാണ് പദ്ധതിയുടെ പേര്. ആരാ നടപ്പിലാക്കുന്നത്? സംസ്ഥാന പോലീസ്, കേരള പോലീസ്. യെസ്. 33 ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധന ക്യാമ്പുകളുടെ പേരെന്താണ്? അപ്പൊ ഈ പദ്ധതി ആരാണ്? കേന്ദ്ര സർക്കാരിനെയാണോ? യെസ്. ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധന ക്യാമ്പുകളുടെ പേരാണ് ദൃഷ്ടി. എന്താണ്? ദൃഷ്ടി വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിക്കണം, ഞാൻ വളരെ പ്രധാനപ്പെട്ട സ്കീംസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഏറെക്കുറെ 90ഓളം സ്കീംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ 40 സ്കീംസ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 2 പാർട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഉത്തരം ദൃഷ്ടി എന്നുള്ളതാണ്. ദൃഷ്ടി. ഇനി 34ാമത്തെ ചോദ്യം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണക്കുന്നതിനായി സംസ്ഥാന അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യമേതാണ്? അപ്പൊ കഴിഞ്ഞ വർഷം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ആ ഒരു തീപിടുത്തം ഉണ്ടായ സമയത്ത് അത് അണയ്ക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യം, ആ ദൗത്യം അറിയപ്പെടുന്നതാണ് മിഷൻ സേഫ് ബ്രത്ത്. എന്താണ്? മിഷൻ സേഫ് ബ്രത്ത് എന്നുള്ളതാണ് ആ ഒരു ദൗത്യത്തിന്റെ പേരെന്ന് മനസ്സിലാക്കാം. 35 വീടുകളിൽ സൗരോർജ്ജ വൈദ്യുതി പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? വീടുകളിൽ സൗരോർജ്ജ വൈദ്യുതി പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് സൗരജ്യോതി. അപ്പോ ഈ സൗരോർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അറിയാലോ, നിങ്ങൾക്ക് സർക്കാർ ആണെങ്കിൽ സബ്സിഡി മറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്താണ് വീണ്ടും മറ്റൊരു പദ്ധതി വരുന്നത്. ഇത് സഹകരണ വകുപ്പിന് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ്. അതിന്റെ പേരാണ് സൗരജ്യോതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് 2023 മാർച്ചിൽ കേരള സർക്കാർ മത്സ്യത്തൊഴിലാളികളിലെ യുവജനങ്ങൾക്കായി ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത പദ്ധതിയുടെ പേരാണ് എന്ത്? തൊഴിൽ തീരം. നല്ല പേരാണ് അല്ലെ? തൊഴിൽ തീരം. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ്? മത്സ്യത്തൊഴിലാളികളിലെ യുവജനങ്ങൾക്കായിട്ട് ആരംഭിക്കുന്ന തൊഴിലധിഷ്ഠിത പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? തൊഴിൽ തീരം. യെസ്. നെക്സ്റ്റ് കണ്ടൽ വനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനായി കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? മിഷ്ടി എന്നാണ്. കണ്ടൽ വനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനായി കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷ്ടി. ഈ മിഷ്ടിയുടെ ഫുൾ ഫോം എന്താ? മാൻഗ്രൂവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാൻജിബിൾ ഇൻകംസ് എന്നതാണ് ഈ മിഷ്ടി എന്നുള്ളതിന്റെ ഒരു ഫുൾ ഫോം എന്ന് മനസ്സിലാക്കാം. ഇതിന്റെ ചുരുക്കപ്പേരാണ് മിഷ്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? കണ്ടൽ വനങ്ങൾ അതിനോടനുബന്ധിച്ചുള്ള ആവാസ വ്യവസ്ഥ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് മിഷ്ടി എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്യാം. ഇനി 38ാമത്തെ ചോദ്യം. മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി കേരള സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. നമ്മളിപ്പോ ഓൾറെഡി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്തു, സ്മാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. വീണ്ടും ഇവിടെ മറ്റൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായിട്ട് കേരള സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ഈ നാട് എന്ന് പറയുന്നതാണ്. ഈ നാട്. ഓക്കെ. നെക്സ്റ്റ് 39 സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും ഡിജിറ്റൽ സാക്ഷരത ലഭിക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച്
ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് ഈ മുറ്റം. എന്താണ് ഈ മുറ്റം? അറിയാലോ, സാക്ഷരതാ മിഷന്റെ കീഴിൽ വലിയ രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ അവരിനി ഡിജിറ്റൽ സാക്ഷരതയിലോട്ട് കടക്കുകയാണ്. ആ ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാകുന്നതിനായിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ച് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഈ മുറ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 40ാമത്തെ ചോദ്യം, 25 വർഷത്തെ കുടുംബശ്രീയുടെ വളർച്ചയും വികാസവും സംബന്ധിച്ച ചരിത്രം രേഖപ്പെടുത്തുന്ന പരിപാടിയാണ് ഏതെന്ന് പറയുന്നത് രചന. മനസ്സിലാക്കാം, കുടുംബശ്രീ 25 വർഷം പൂർത്തിയാക്കിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ അയൽക്കൂട്ട സംഗമത്തിന്റെ പേര് നമ്മൾ ഡിസ്കസ് ചെയ്തു ഓൾറെഡി. ഇനി വീണ്ടും മറ്റൊരു പദ്ധതിയല്ല, അവരുടെ വളർച്ചയും വികാസവും സംബന്ധിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്ന പരിപാടിയുടെ പേരാണ് ഏതെന്ന് പറയുന്നത് രചന. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഈ 40ാമത്തെ കൂട്ടത്തിൽ ഞാൻ അഡീഷണലി 2-3 സ്കീംസും കൂടെ അഡീഷണലി പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഒറ്റ വാക്കിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. നേരത്തെ പറഞ്ഞ പോലെ 90 പദ്ധതികളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് 40 പദ്ധതികൾ ഞാൻ ഡിസ്കസ് ചെയ്തു. ഇനി അക്കൂട്ടത്തിൽപ്പെട്ട 2-3 കൂടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കേരളത്തിൽ കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷ വകുപ്പ് ആരംഭിച്ച പരിശോധനയുടെ പേരായിരുന്നു ഓപ്പറേഷൻ പ്യുവർ വാട്ടർ. എന്നാണ് ഓപ്പറേഷൻ പ്യുവർ വാട്ടർ. രണ്ടാമത്, കേരള സർക്കാരിന്റെ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആയുർദളം. കേരള സർക്കാരിന്റെ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? ആയുർദളം. അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി. ഇതൊക്കെ ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വിമുക്തി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. ലാസ്റ്റ്, സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. ഏതാണ്? ബാലമുകുളം. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും പദ്ധതികളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി 40+ ഒരു 45ഓളം പദ്ധതികൾ ഡിസ്കസ് ചെയ്തു. അതിൽ 40 നിങ്ങൾ കൂട്ടിയാൽ മതി. ബാക്കി അവസാനം പറഞ്ഞിരിക്കുന്ന ഈ ഒരു 6 പദ്ധതികൾ ഓൾറെഡി ഉള്ള പദ്ധതികളാണ്. ഇത് ജസ്റ്റ് ഇതിന്റെ ഒരു കൂട്ടത്തിൽ ഞാൻ റിലേറ്റഡ് ഫാക്ട്സ് ആയി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാ പദ്ധതികളും നോട്ട് ചെയ്യാം. പ്രധാനപ്പെട്ട പദ്ധതികൾ മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ടും കേരള ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടും നമുക്ക് പഠിക്കാനുള്ളതാണ്. എല്ലാവരും ഈ പദ്ധതികളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ 2ാം ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ബൈ.